പച്ചമരുന്നിന് ഉടൻ പോയി. രാമ അവതാരത്തിൽ ചില ആളുകൾക്ക് ദേഹദണ്ഡം ഏറ്റി കഴിഞ്ഞുകൊണ്ട് ആഞ്ജനേയനെ കൊണ്ട് മരുന്നെടുപ്പിച്ചു. അപ്പോൾ ദേവന്മാർക്കും ഇത് ആവശ്യമായിട്ട് വന്ന അതിൽ വലുതാണോ ഈ മനുഷ്യബന്ധം. അതുകൊണ്ട് ഇങ്ങനൊന്നും കയറി ആരോടും വിറ്റിത്തള്ളൊന്നും പറയരുത്. സ്വാമിമാർക്ക് മരുന്ന് വേണ്ട, മരുന്ന് വേണം. നമ്മൾ എത്ര ധ്യാനവും ജപവും ഇന്ദ്രിയ നിഗ്രഹവും ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുണ്ടെങ്കിലും ശരീരദണ്ഡം ഏറ്റി കഴിഞ്ഞപ്പോൾ ദേവന്മാരും മരുന്നിനാ ശരിയല്ലോ. ഈശാവാസം ഇതം സർവം കിഞ്ചിത് ജഗത്യാ ജഗത് ജഗത്തേന മുഞ്ചിത. ഇതിനകത്ത് ഈ ആകാശത്തിന് കീഴിൽ സൂര്യന് കീഴിലെന്നാണ് അതിന് പറയുന്നത്. ഈ ഭൂമിയിൽ അണുവായി ഉറുമ്പ് അറുവായി വെച്ച് ഇതിന് എന്ത് സംഭവിച്ചാലും ഔഷധിയുടെ ആവശ്യം വരുന്നുണ്ട്. സൃഷ്ടി കഴിഞ്ഞ ഉടനെ ഔഷധിക്കാ ഒരുങ്ങിയത്. എന്തുകൊണ്ടാണ്? സൃഷ്ടി നടത്തി കഴിഞ്ഞാൽ ശരീരം പിണ്ടമാണ്, അതിന് ദണ്ണമുണ്ട്. അതിന് രണ്ടാമത് കണ്ടുപിടിച്ചത് ആയുർവേദം. അപ്പോൾ ഇങ്ങനെയൊന്നും കയറിയിരുന്ന അങ്ങ് അടിച്ചു വിടരുത്. കുറച്ച് സമാധാനമായിട്ട് നാം ഉപയോഗിക്കുക. ഞാൻ വലുതെന്നുള്ള ഭാവം കളഞ്ഞ് മനുഷ്യനായി ജീവിച്ച് ശരീരം മണ്ണിന് കൊടുക്കാനിരുന്നു. അല്ലാണ്ട് ഒന്നുമില്ല ഇവിടെ. മണ്ണിന് കൊടുക്കില്ലല്ലോ. മണ്ണിന് കൊടുക്കണമെന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, സ്വർഗത്തെ കൊണ്ടുവച്ച് പൂജിക്കാൻ പറയാം നിങ്ങളുടെ ആൾക്കാരോട്. ശരിയല്ലോ. എപ്പോഴും നമ്മൾ എപ്പോഴും വിനയം, സ്നേഹം, എളിമ, ദിദീഷ. ഞാൻ പറഞ്ഞ മറന്നു പോരുത്. എളിമ, വിനയം, സ്നേഹം, തിദീഷ, ഈശ്വരവിചാരം. ഈ 5 ഗുണങ്ങൾ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. അല്ലാത്തവൻ മനുഷ്യനല്ലെന്ന് ശാസ്ത്രം വരെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ഗുണം പോയിട്ട് ഒരു ഗുണം അത് ഇപ്പോഴല്ലയോ ഈ പൊങ്ങച്ചോൻ പറഞ്ഞ് നടക്കുന്നത്. അവനെ കൊണ്ട് ഒരു കഴമ്പുമില്ല, ഒരു കഴമ്പും. പിന്നെ ഈ അറിവുള്ള എന്നെ പോലുള്ളവർ എപ്പോഴും ഒതുങ്ങി നിൽക്കും. അറിവില്ലാത്തവൻ വലിയ മൂച്ചു പിടിച്ചു കാണും. കാരണം അവന് അറിവില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ബലം പിടിച്ചത്. അതുകൊണ്ടാണ് സ്വാമിമാരെ ഒതുങ്ങി നിൽക്കുന്നത്. അറിവിൻ്റെ വേദവിനാശാനാം ഏന മതം അഭ്യം കഥംസ പുരുഷപ്പാർത്താം ഘാതയതീഹധികം. ഇതിൽ ഒതുങ്ങി നിൽക്കും സന്യാസം. അല്ലാണ്ട് സന്യാസം വെറും ഒന്ന് വിട്ടിത്തുറന്ന് അടിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇറങ്ങി തിരിച്ച കാര്യം കൂടി നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഈ കലശമലയുണ്ട് കംസകുടി അമ്പലത്തിൻ്റെ മേലിൽ ഈ കൊട്ടാരപ്പാട്ട സ്വാമി, ആ സ്വാമിയുടെ ആശ്രമം അദ്ദേഹം മരിച്ചു. 4 വർഷം കൊണ്ട് ആളില്ലാതെ. ഇപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു. 6 മാസമായി. അതിലൊരു അമ്പലം ഉണ്ടായിരുന്നു, ഒളിഞ്ഞു പോയി തന്നെ ശിവക്ഷേത്രം. അത് ഞാനിപ്പോൾ 1 ലക്ഷം രൂപ എൻ്റെ പണം കൊണ്ടുവന്നത് ചിലവാക്കി പണിയിച്ചു. ഇപ്പോൾ ഇദ്ദേഹത്തിന് സാധാരണ കുടിച്ചിട്ടേക്കും വണ്ണം ഇട്ടേക്കും. ഈ ഉണ്ണികൃഷ്ണ സ്വാമി അത് അദ്ദേഹം സന്യസിച്ചതാണ്. ഞങ്ങൾ രണ്ടും ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് അതിൻ്റെ അധികാരം എനിക്കാണ്. ഈ സ്വാമിയുടെ സമാധി കെട്ടാൻ പൈസയുടെ കുറവ്. കാരണം കൈക്കാശ് മൊത്തം അമ്പലവും ആശ്രമവും പണിക്ക് ചിലവ്. ഞാൻ അതിനൊരു